ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. യൂറോപ്പിലെ തന്നെ വളരെ ചെറുതും എന്നാൽ വളരെ സമ്പന്നവുമായ ഒരു രാജ്യമാണ് ലക്സംബർഗ്. ലക്സംബർഗിലേക്കാണ് ഇന്നത്തെ യാത്ര. ഏകദേശം 2 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്താണ് മാൾട്ടയിൽ നിന്ന് ലക്സംബർഗിലേക്ക് എത്തുക. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ലക്സംബർഗ് എയർപോർട്ടിലെത്തി. അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണിത്. ഞങ്ങളങ്ങനെ എയർപോർട്ടിന് വെളിയിലേക്ക് എത്തി. ഈ കാണുന്നതാണ് ട്രാം. ഇതിവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. റോഡിൽ കൂടി പോകുന്ന ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ഫ്രണ്ട് ഇവിടെ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാം. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഫ്രീ ആണ്. ലക്സംബർഗിൽ എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ മനോഹരമായ ഒത്തിരി കാസ്റ്റൽസും ചരിത്രപ്രസിദ്ധമായ സ്ട്രീറ്റ്സും പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും എല്ലാം അതിമനോഹരമാണ്. ഇവിടെ ഈ റോഡിന് ഇരുവശത്തുമായി നിറയെ മരങ്ങൾ നിൽപ്പുണ്ട്. അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കളർ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല രസമാണ്. ഒരു ഗ്രീനിഷ് വിത്ത് ഗോൾഡ്, നല്ല ഭംഗിയാണ്. ആൾക്കാർ കുറവാണ്. ഇവിടുത്തെ ഒട്ടുമിക്ക ബിൽഡിങ്സും കാസ്റ്റൽസിൻ്റെ ശൈലിയിലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിടയിലുള്ള ഈ റോഡിലൂടെയുള്ള യാത്ര നല്ലൊരു അനുഭവമാണ്. വളരെ ശാന്തമായ, പീസ്ഫുള്ളായ, അതിമനോഹരമായ ഒരു സ്ഥലം. അതാണ് ലക്സംബർഗ്. ശരിക്കും ഒരു ഫെയറി ടെയിൽ ടൗൺ. ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളെത്തിയത് ഇത്ര മനോഹരമായ ഒരു സ്ഥലത്താണെന്ന് നോക്കിക്കേ. എന്ത് ഭംഗിയാണ് ഇവിടം കാണാൻ. എത്ര മനോഹരമായാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഓൾമോസ്റ്റ് പ്ലേസസിലും നമുക്ക് ഈ വേസ്റ്റ് ബിൻ കാണാം. എത്ര കലാപരമായാണ് അവർ ഈ വേസ്റ്റ് ബിൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ഇത്ര മനോഹരമായി കാണുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഷോപ്സും ക്ലോസ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പറ്റിയ ഒരു പ്ലേസാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇവിടുത്തെ സാധനങ്ങളെല്ലാം വളരെ എക്സ്പെൻസീവാണ്. ഇവിടെ ഉള്ളത് മൈൽഡ് സമ്മേഴ്സാണ്, അതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുകയില്ല. ദേ ഈ കാണുന്നതാണ് ലക്സംബർഗിലെ ഗ്രാൻഡ് ഡ്യൂക്കിൻ്റെ ഔദ്യോഗിക വസതിയായ പാലസ് ഓഫ് ദ ഗ്രാൻഡ് ഡ്യൂക്സ്. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണിത്. ഗ്രാൻഡ് ഡ്യൂക്ക് എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ലക്സംബർഗ്, അതായത് ഒരു രാജാവിന് സമം. ഈ പാലസിനടുത്തായി ഒത്തിരി സുവനീർ ഷോപ്സുകൾ കാണാം നമുക്ക്. മരങ്ങളുടെ ഇങ്ങനെ കാറ്റിങ്ങനെ വീശുമ്പോൾ ലക്സംബർഗ് ആകെ മൊത്തമൊന്ന് ചുറ്റിക്കാണാനായി ഞങ്ങൾ വന്നിരിക്കുന്നത് ലക്സംബർഗ് സിറ്റി ടൂറിസ്റ്റ് ട്രെയിനിലെ ടിക്കറ്റ് എടുക്കാനാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ട് €14.50, ചിൽഡ്രൻ €10, ചിൽഡ്രൻ അണ്ടർ 4 ഫ്രീ ആണ്. അതുപോലെ ഫാമിലി ടിക്കറ്റ് 2 അഡൾട്ട് പ്ലസ് 1 to 3 ചിൽഡ്രന് €42 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാസ്റ്റൽസിൻ്റെ കാഴ്ച അതിമനോഹരമായിരുന്നു. ഒരു തടാകവും അതിനോട് ചേർന്നുള്ള കാസ്റ്റൽസും, അതും ഒരേപോലെ തോന്നിക്കുന്ന ഒത്തിരി ബിൽഡിങ്സ്. ദേ അവിടെയായി ഒരു ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാം. എത്ര രസമുള്ള കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ ലക്സംബർഗ് സിറ്റി ടൂറിസ്റ്റ് ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ്. ഈ നഗരം എളുപ്പത്തിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന മനോഹരമായൊരു ടൂറിസ്റ്റ് ട്രെയിനാണ് ഈ പച്ച നിറത്തിലുള്ള ടോയ് ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിനുള്ളിലേക്ക് കയറി.
അപ്പോൾ ദേ കണ്ട ഒരു കാഴ്ചയാണിത്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വീടുകളും ബിൽഡിങ്സുമെല്ലാം സ്ലോപ്പിംഗ് റൂഫ്സാണ് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ വിൻ്ററിൻ്റെ സമയത്ത് സ്നോ ഈസിലി സ്ലൈഡ് ഓഫ് ചെയ്യാനും റെയിൻ വാട്ടർ വീഴുന്ന സമയത്ത് വാട്ടർ ഡ്രെയിൻ ഓഫ് ചെയ്യാനും, അതുമാത്രമല്ല ട്രഡീഷണൽ യൂറോപ്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതുമായിട്ടാണ് ഈ സ്ലോപ്പിംഗ് റൂഫ് ഉള്ള വീടുകളിവിടെ ചെയ്യുന്നത്. ഈ തരത്തിലുള്ള ബിൽഡിങ്സിനിടയിലൂടെയുള്ള ഈ സ്ട്രീറ്റിലൂടെയുള്ള യാത്ര അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ലക്സംബർഗിൻ്റെ 1/3 ഫോറസ്റ്റാണ് എന്നാണ് ഗൂഗിളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇടയ്ക്കിടയ്ക്കെല്ലാം നമുക്ക് ഈ മരങ്ങൾ കാണാം. എത്ര തന്നെ മരമുണ്ടെങ്കിലും ഒരില പോലും താഴെ കിടക്കുന്നത് കാണാൻ സാധിക്കില്ല. കാരണം അതുപോലെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇത്ര വൃത്തിയായും ഭംഗിയായും കാണപ്പെടുന്നത്. ഈ ഒരു യാത്രയിലൂടെ ലക്സംബർഗിൻ്റെ ചരിത്രമുറങ്ങുന്ന പഴയ കോട്ടമതിലുകളും ഗോപുരങ്ങളും നമുക്ക് കാണാം. വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ശാന്തമായ അന്തരീക്ഷവും വൃത്തിയുള്ള ചുറ്റുപാടുകളും ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഓരോ നിമിഷവും പുതിയ കാഴ്ചകളാണ് നമ്മളെ വരവേൽക്കുന്നത്. ഇങ്ങനെ ലക്സംബർഗിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. സ്ട്രെസ്ഫുള്ളായ ഒരു ലൈഫിൽ നിന്ന് ഒരല്പം ബ്രേക്ക് എടുത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ശാന്തത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ യാത്ര.
അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഞങ്ങളതുകൊണ്ട് ഫുഡ് കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റ് തപ്പുകയാണ്. ഇതൊക്കെ ട്രാം കടന്നു പോകുന്ന വഴികളാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഒരു തമിഴ് ബേസ്ഡ് റെസ്റ്റോറൻ്റ് ആണിത്, ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. തമിഴ് കൾച്ചറിൻ്റെ ഭംഗി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ഈ റെസ്റ്റോറൻറ്റിലുള്ളത്. ലെമൺ ജ്യൂസും ചിക്കൻ ഫ്രൈഡ് റൈസും ഞങ്ങൾ ഓർഡർ ചെയ്തു. 1 പ്ലേറ്റ് 17 യൂറോയ്ക്ക് ആയിരുന്നു ചാർജ് ചെയ്തത്. എന്തായാലും അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അതിമനോഹരമായൊരു റെസ്റ്റോറൻറ്റ്. ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടർന്നു. പഴയ ബിൽഡിംഗാണ്. എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.